ഇതാണ് ഡിസാസ്റ്റർ സെർവർ ആൻഡ് ഞാനും ഇതിൽ ജോയിൻ ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി. അതൊക്കെ പിന്നെ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ റോയൽ ഗെയിമിങ്ങിന് ഒരുപാട് കളിയാക്കിയായിരുന്നു. അത് കേട്ട് സഹിച്ചിട്ട് അവനാണെങ്കിൽ ഗെയിമിൽ നിന്ന് ലെഫ്റ്റ് ആയിരുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ. ആൻഡ് നിങ്ങൾ പലരും വിചാരിക്കുന്നത് ഞാൻ അവനെ കളിയാക്കി അവൻ ഗെയിമിൽ നിന്ന് ലെഫ്റ്റ് ആയതാണ്. അങ്ങനൊന്നുമല്ല ഗൈസ്, അവൻ്റെ നെറ്റ് പോയതാ. അവൻ ഇപ്പോഴും BSL കൊണ്ട് നടക്കുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ മുഴുവൻ വീഡിയോയിൽ ഞാൻ വോയിസ് ഓവറാണ് ചെയ്യാൻ വന്നത്. ഇടയ്ക്ക് സംസാരിച്ച ക്ലിപ്പൊക്കെ കാണിക്കും. ആൻഡ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേർക്ക് എൻ്റെ ഫാൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പരാതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫാൻ ഓഫ് ആക്കിയിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. വല്ല AC എല്ലാം വാങ്ങിച്ച് വെച്ചാൽ മതിയായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. അത് നമുക്ക് വീഡിയോ കൊണ്ടുപോകാം. അതിനുശേഷം ഞാനും എൻ്റെ കൂട്ടുകാരനായ റോയൽ ഗെയിമിങ് കൂടെ നേരെ ടീം ലീഡറിൻ്റെ ബേസിലോട്ട് ഇട്ടു ഗൈസ്. ടീം ലീഡറെ എനിക്ക് കോർഡിനേറ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ കോളിലോട്ടാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. വഴിയെ പോകുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളി എന്തൊക്കെ നടന്നെന്ന്. അപ്പോൾ ഗൈസ് ഞാൻ റോയൽ ഗെയിമിങ് നടന്ന് പകുതി ദൂരം എത്തിയപ്പോഴത്തേക്കും ഒരുത്തൻ്റെ കണ്ണ് ഞങ്ങളുടെ മേത്ത് വീണു. ആ കണ്ണ് ഞങ്ങൾ കൊല്ലാനും വന്നു. കൊല്ലല്ലേ ജീവിച്ചു പോട്ടമായി. എന്നെ കൊന്നത് വേറെ ആരുമല്ല, മോനസിൻ്റെ ടീമിലുള്ള, അതായത് സർവർ ഓണറിൻ്റെ ടീമിലുള്ള റൈസർ, അതായത് സർവറിൻ്റെ അസിസ്റ്റൻറ്റ്. അവൻ എന്നെ കൊന്നു. അതും ഒരു റീസണും ഇല്ലാതെ. ഞാൻ നിങ്ങൾ തുടക്കത്തെ എപ്പിസോഡ് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറിയാം, അവൻ എന്നെ കുറേ പ്രാവശ്യം കൊന്നിട്ടുണ്ട്. റിവെഞ്ച് കൊടുക്കാം. റൈസർ ഞങ്ങളെ കൊന്നതിന് ശേഷം ഞാനും റോയൽ ഗെയിമിങ് ഭയങ്കര പ്ലാനിലായിരുന്നു. കറുത്തുള്ള തൊപ്പി, റെഡ് കളറിലെ ഉടുപ്പ്, പച്ചക്കുള്ള പാൻറ്, കറുത്തുള്ള ഷൂ. ഗൈസ് ഞങ്ങൾ പ്ലാനൊന്നും ചെയ്യില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഈ അടുത്ത പെരുന്നാളിന് ഏത് ഉടുപ്പെടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ തമാശയെല്ലാം മാറ്റി വെച്ചു. എന്നിട്ട് ഞങ്ങൾ ടീം ലീഡറിൻ്റെ ബേസിൽ പോകാൻ പ്ലാൻ ചെയ്തു. ആൻഡ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ കുറേ ദൂരം നടന്നതിന് ശേഷം ഞങ്ങളൊരു വീട് കണ്ടുപിടിച്ചു ഗൈസ്. വീട്ടിലാടെ ആരും ഇല്ല, ഒരു പട്ടിയും ഇല്ല. പിന്നെ ഇതിനെ ഈ വീടുണ്ടാക്കി ഏതോ ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ആൻഡ് റോയൽ ഗെയിമിങ് ആ സമയത്ത് ഒരു ചളി അടിച്ചു. നിങ്ങൾ തന്നെ കേൾക്ക്. അങ്ങനെ ഗൈസ് ഞാൻ റോയൽ ഗെയിമിങ് ഈ വീട് നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ആരും TP ചെയ്തു. വേറെ ആരുമല്ല, ആ പൊട്ടൻ റൈസർ ഞങ്ങളെ വീട് TP ചെയ്തു. ഞാൻ പറയില്ല ഇവരെന്തോ പോരാത്ത. ഈ വീഡിയോ മോൻസ് കാണുന്നുണ്ടെങ്കിൽ ദയവായി റൈസറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. റൈസർ വൈ ബ്രോ, റൈസർ നോ റൈസർ. അതിനുശേഷം ഞാൻ ഇൻസ്റ്റഗ്രാം എടുത്ത് ഇങ്ങനെ വീഡിയോ തോണ്ടുമായിരുന്നു ഗൈസ്. പടുത്ത് കളിച്ച് ഈ റൈസർ എന്നെ ചുമ്മായിട്ട് കൊല്ലുക. ഈ വല്ല പോലീസ് വല്ല ഇതിനകത്തുണ്ടായത് ഞാൻ കേസ് കൊടുത്തേനെ. അതിനുശേഷം ഞാൻ വീണ്ടും മൈൻക്രാഫ്റ്റ് കയറി. എന്നിട്ട് ഞാൻ റോയൽ ഗെയിമിൻ്റെ അടുത്ത് പറയണ്ടേ ഇനി എത്ര ദൂരം നടക്കാനുണ്ടാ. അപ്പോൾ പറയും വെറും 3000 ബ്ലോക്ക്. അതായത് ഞങ്ങൾ ഈ സ്പോട്ട് പോയിട്ട് 3000 ബ്ലോക്ക് നടക്കണം. അതിനുശേഷം റൈസർ വീണ്ടും TP അടിച്ചു. ഞാൻ പറയുമോ ഈ സർവർ ഫുള്ള് ക്രിയേറ്റീവാ, ഇങ്ങനെയുള്ള സർവൈൽ കളിക്കാൻ പറ്റൂല. റൈസർ ഇട്ടിരിക്കുന്നുണ്ടോ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ്. എന്നിട്ട് അവൻ്റെ ആർമർ ഊരുന്ന് എന്തോ ഭ്രാന്താണ് ഗൈസ്, എനിക്കറിയൂല. അതിനുശേഷം ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. ബട്ട് അവൻ സർവർ ഓൺ ആയതുകൊണ്ട് അവൻ എത്ര ഹർട്ടൊക്കെ ഉണ്ട്, കള്ളപ്പട്ടി ചേച്ചാൽ പോയി. അപ്പം ഞാൻ കൊല്ലാൻ നോക്കിയിട്ട് നടക്കാത്തതുകൊണ്ട് ഞാൻ റോയൽ ഗെയിമിങ് കൂടെ ഒരു കാര്യം അവൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, നീ പോട്ടാന്ന്. അതിനുശേഷം ഞാൻ റോയൽ ഗെയിമിങ് കൂടെ ആ കോൺഗേറ്റിലൂടെ നടക്കാൻ തുടങ്ങി ഗൈസ്. ഈ പൊട്ടൻ ഇപ്പോഴും വരുന്നുണ്ട് ഞങ്ങളുടെ പുറകെ. ഇവൻ ഇടക്കിടക്ക് ഞങ്ങൾ അതിൻ്റെ അകത്ത് TP പിടിക്കുന്നുണ്ട്. ഞാൻ ആ സീനൊക്കെ കട്ട് ചെയ്യുവാണ് ഗൈസ്. ഇനി അതും കാണിച്ച് ഒരുപാട് ഇതാക്കണ്ട. ഇപ്പം തന്നെ ഈ വീഡിയോ 12 ദിവസം മുമ്പ് എങ്ങാണ്ട് എടുത്ത സർവർ ലോഞ്ച് ആയ സമയത്ത് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്തിട്ടത്. അതെൻ്റെ കുറ്റമല്ല. റൈസർ പോയി പറ. MC വീഡിയോ എടുത്തിട്ട് രീതിയിലാണ് ആ വീഡിയോ നശിപ്പിച്ചത്. അവൻ്റെ അടുത്ത് പോയി പറ. അപ്പോൾ ഗൈസ് കുറേ ദൂരം ഓടിച്ചിരുന്നപ്പോൾ ഇവന്മാർ വീണ്ടും എന്നെ TP ചെയ്ത്. ഇപ്രാവശ്യം മോനസ് ഗെയിമിങ് ഉണ്ടായിരുന്നു ഇവൻ്റെ സപ്പോർട്ട്. ഞാൻ കാര്യത്തിൽ പറയും സർവർ കൊള്ളൂല, നിങ്ങൾ കയറേണ്ട ഗൈസ്. സർവർ ഒട്ടും കൊള്ളില്ല, പറ്റി പഠിക്കുന്ന. അതായത് പീസ്ഫുൾ സർവറാന്ന് പറയേണ്ടി ഇവന്മാരെ ഞാൻ ആക്രിയാക്കുന്നത് കണ്ടോ. ഞാൻ ഇവന്മാരെ തട്ട് ഒരു ദിവസം ഇവന്മാരുടെ കൊല്ലാനുള്ള പ്ലാനാണ്. 2 ഡയമണ്ട് ആർമർ എൻ്റെ ടീം ലീഡറിലോട്ട്. ഡയമണ്ട് ആർമർ വാട്ട് യു ഡൂയിങ് ബ്രോ. ഗൈസ് എനിക്ക് രക്ഷപ്പെടാനും പറ്റൂല, ഞാൻ ഓണറിൻ്റെ നേരെയാണ് നിൽക്കുന്നത്. ഞാൻ
ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കും മനസ്സിലാവും. നിങ്ങൾ ഇത് ഫസ്റ്റ് എപ്പിസോഡ് കാണിച്ചല്ലേ, ഫസ്റ്റ് എപ്പിസോഡ് അറിയാതെ ഇത് മുമ്പേ കാണിച്ചു പോയി ഗൈസ്. ഇത് ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. അതായത് ഞാൻ നടന്നു പോകുന്ന സമയത്താണല്ല, ആ സമയത്തല്ല ടീം വിളിച്ച് ഇതെല്ലാം റെക്കോർഡ് കൂടെ എനിക്ക് മനസ്സിലാക്കുക ഗൈസ്. അതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആ ടീമാർ ടി പി ആക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ കോർഡിനേറ്റ് തന്നുകൊണ്ട് പോകുമ്പോൾ യുവമാർ ടി പി അടിക്കുന്നു. ഇവിടെ ഒരു സത്യവസ്ഥ ഞാൻ അറിഞ്ഞു ഗൈസ്. എൻ്റെ ടി പി അടിച്ചത് എനിക്ക് ഡയമണ്ട് കുന്നൊന്നും തരാനല്ലത്, അവന്മാരെന്നെ കൊല്ലാനത്. അതെ, കൊല്ലാൻ തന്നെ. അവന്മാരവിടെ ട്രാപ്പ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ മോളിസ് ഗെയിമിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലേക്ക് കാണും. ഞാനത് കാണിച്ചു തരാം ആ ട്രാപ്പ് എന്തുവാന്ന്. ട്രാപ്പാക്കാൻ നമ്മുടെ കണ്ടന്റ് നീ ഇട്ട് മാറുന്നുണ്ട്. എടാ ചെറ്റേ 2000 years later. ഇതാ പറയുന്നത് ഗൈസ്, നമ്മൾ നമ്മുടെ എനിമിനെ വിശ്വസിച്ചാലും നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ വിശ്വസിക്കാൻ പാടില്ല. അതായത് ബെസ്റ്റ് ഫ്രണ്ടിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എല്ലാവരും എന്നെ ടീപ്പ് അടിച്ച് കൊന്നതും പോരാ എന്നിട്ട് സന്തോഷം ഉണ്ടാകുന്നത് ധാരാളം അതിനൊക്കെ നമുക്ക് കൊടുക്കാൻ ഗൈസ്. പേടിക്കേണ്ട, ഈ MC ഗെയിമർ റിവെഞ്ച് എടുക്കും. ആ സർവർ എന്ന് കത്തിക്കും. ഞാൻ പോകുന്നു സർവർ ടാറ്റാ ബൈ ബൈ. ഇതായിരുന്നു ഗൈസ് ഞാൻ കണ്ടു കഴിഞ്ഞുള്ള റിയാക്ഷൻ. എനിക്ക് എത്ര ദേഷ്യം എടുത്തോളാം തരാം ടൈമിൽ. കാര്യം ഇവന്മാർ ഫസ്റ്റ് വിളിച്ച് എനിക്ക് ഫുഡ് ടൈം ഉണ്ടാക്കാൻ തരാമെന്ന് ചോദിച്ചു. ഞാൻ പറയും സർവർ ചങ്ക് എന്നെ സഹായിക്കാന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ആവശ്യം വരുമല്ലോ. ബട്ട് അതെന്നെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. ഇത് എൻ്റെ ഫ്രണ്ടല്ല, ഇത് എനിമിയാണ്. ഇത് എനിമിയാക്കുന്നതേ നല്ലത്. ആൻഡ് ഇതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ കോളിലേക്ക് ഓടിപ്പോയി. ഫൈനലി ഞാൻ അവിടെ എത്തി. അതിൻ്റെ ഇടയ്ക്ക് കുറേ ടീപ്പ് അടിക്കുന്നുണ്ട് റൈസർ. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, വെറുതെ മടുപ്പിക്കാൻ. 2000 years later. അങ്ങനെ ഞാൻ ഡയമണ്ട് ആർമറായി. ആൻഡ് ഈ വീഡിയോ നിങ്ങൾ എത്ര ദിവസം മുമ്പത്തെ പലർക്കും തോന്നുന്നുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം, ഈ വീഡിയോ ജസ്റ്റ് 6 ദിവസം മുമ്പത്തെ വീഡിയോ ആണ്. 6 ദിവസം കുറവാ. ആൻഡ് ഞാൻ എൻ്റെ ടീമിൻ്റെ ബേസിലെത്തി. അവൻ എനിക്ക് ഡയമണ്ട് ആർമർ തന്നു. സത്യം പറഞ്ഞാൽ അവൻ പ്രോയാണ് കഴിച്ച്. അവൻ PP നല്ലൊരു പ്ലെയറാണ്. ആൻഡ് ഞാനിവിടെ ഇത് മൈൻഡ് ചെയ്യായിരുന്ന കാര്യം ഇവിടെ എനിക്കുണ്ടാക്കാനായിരുന്നു എഗ് ബ്രീഡർ ഫാം. ആൻഡ് ആ സമയത്ത് എൻ്റെ റൈസർ ടീം പേടിച്ചു വന്നു. ഞാൻ പറയും ഇവനെ കൊല്ലണം. അപ്പം ഞാനും എൻ്റെ ടീമേറ്റും കൂടി ഇവനെ തട്ടാൻ തുടങ്ങി. റൈസർ വീശി കയറി. ഇറങ്ങടാ എന്റെ ബേസ് ചെയ്ത് ഇറങ്ങടാ. 2 കോടിയുടെ ബേസാടാ. ഇറങ്ങടാ, കഷ്ടിച്ചുണ്ടാക്കിയ ബേസാടാ. എന്റെ ബേസെങ്ങാനും ഞാൻ സെർവർ എടാ 2 കോടിയുടെ ബേസാടാ. ഇറങ്ങടാ. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ഗൈസ് എൻ്റെ ടീം ലീഡറുടെ കൂട്ടുകാരൊക്കെ കയറി എല്ലാവരും കൂടെ സർവർ ചെയ്ത് നശിപ്പിക്കാൻ പോവുക. ഞാൻ ചത്തു മോൻസനെ വന്ന് നാളെ കൊല്ലിട്ടാ ബൈ ബൈ. ഇപ്പം ഗൈസ് ഞാൻ റൈസർ സംസാരിച്ചൊരു വഴിയിലെത്തിയപ്പോഴാണ് ഇവന്മാർ എല്ലാവരും കൂടെ വന്നത് റൈസറിനെ കൊല്ലാൻ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവന്മാരെല്ലാം റൈസറിനെ കൊല്ലാൻ പോകുന്നത്. അപ്പം ഈ സമയത്തായിരുന്നു റൈസർ നന്നായിട്ട് വീർത്തത് സർവറിൽ. നല്ലതാ വെറുക്കട്ടവൻ രീതിയിൽ. അത് ഞാൻ അവൻ ഇപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അവൻ എൻ്റെ അടുത്തൊരു കാര്യം പറയാം. അത് സീക്രട്ടായിട്ട് തന്നെ ഇരിക്കണം. അത് ഞാൻ അടുത്ത വീഡിയോ പറയാം. എല്ലാരും കൂടെ എന്നെ കൊല്ലാ വരുന്നത് എന്റെ നെഞ്ചത്തോട്ട്. 1 ഹാർട്ട് എന്നെ വെറുതെ. നിനക്കണ്ട ശരിയാ. ലോക്സിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്ന് എൻ്റെ നെഞ്ചത്തിട്ട് കയറും. പാവപ്പെട്ട കാര്യങ്ങൾ എനിക്ക് PP കളിക്കാൻ അത്യാവശ്യം അറിയില്ല. കാര്യം ഞാൻ ആ സമയത്ത് എൻ്റെ കൈ കൊണ്ടാണ് കളിക്കുന്നത്. നമുക്ക് കീബോർഡ് മൗസ് ഇല്ല. നിങ്ങൾക്കറിയില്ല, ഞാൻ കീബോർഡ് മൗസ് അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഫ്രഷ് 2 കൈകളും കൊണ്ടാണ് ഗെയിം കളിക്കുന്നത്. ഞാൻ മൊബൈൽ പ്ലെയറാണ്, കീബോർഡ് മൗസ് പ്ലെയറല്ല. ആൻഡ് ഇവിടെ ഞങ്ങൾ വലിയ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് റൈസറും ഉണ്ട്. ഇവരെല്ലാം റൈസറിനെയാണ് കൊല്ലാൻ നോക്കുന്നത്. എനിക്കറിയില്ല റൈസറിന് എന്താണ് ഇത്രയും ശത്രുതകൾ. എവിടെയൊക്കെ ചെന്നാലും റൈസർ ആരെങ്കിലും ഒരാൾ കൊല്ലാൻ പോകും. എനിക്ക് തോന്നുന്നു റൈസർ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് മോൾസിൽ നിന്ന്. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അവൻ്റെ ടീമിലൊന്നും അല്ലല്ലോ. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അറിയാനും പാടില്ല. റൈസർ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ ഞാൻ ഈ പറയുന്ന വാക്ക്. സത്യം പറഞ്ഞാൽ റൈസറിന് റൈസറെ നീ ഇത്ര ഒന്നും കണ്ടില്ലല്ലേ വീഡിയോ? കമൻറ്റിൽ പറയണേ. കണ്ടില്ലെങ്കിൽ നോ തരണം, കണ്ടെങ്കിൽ യെസ് തരണേ. കണ്ട് കാണത്തില്ല പൊട്ടനാവൻ. അപ്പോൾ ഇവിടെ വെച്ച് ഗൈസ് ഞാനാണെങ്കിൽ റൈസറിനടുത്ത് പറഞ്ഞാൽ ഞാൻ നിൻ്റെ ടീമിൽ ജോയിൻ ആവുന്നുള്ളത്. ചുമ്മാ തമാശ അവരെ കല്ലിയേറ്റ പറ്റി പറഞ്ഞതാണ്. ബട്ട് റൈസർ അത് വിശ്വസിച്ച ടീമിലൂടെ ടെലിപ്പോർട്ട് ചെയ്തു. ഞാൻ അവിടത്തെ കാണുന്ന എന്തുവാണ് എന്നെ സ്വാഗതം ചെയ്യാൻ ഇൻസോ.
ആ വേറെ അടുത്തവൻ അവനെന്തിപ്പോണ്ട് എനിക്കറിയില്ല എന്തിനാത്. എല്ലാവരും എന്നെ കണ്ടിട്ട് ചാടി കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് അവരൊക്കെ അവിടെ പോയി വരും കഴിച്ച് ഞാൻ പുറകെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ അവർ കാണേണ്ടതാണ്. എന്നെ ഇവന് ടി പി ചുമ്മാ തമാശ അടിച്ചത് ഈസോയും വരുന്നുണ്ട് അവിടുന്ന്. അതെല്ലാവരും കൂടെ ചാടി ചാടി കളിക്കുന്നത് വട്ടെന്ന് വേണം പറയാം. അങ്ങനെ ഞാൻ മീറ്റർ റൈസറിൻ്റെ അടുത്ത് പറഞ്ഞ് പഴയ പോലെ അങ്ങോട്ട് ടി പി അടിച്ചു ഗൈസ്. എനിക്ക് വയ്യ ഇവിടെ ഇരിക്കാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവൻ്റെ അടുത്ത് എൻ്റെ ടീമിലോട്ട് ഞാൻ ടി പി അടിച്ചു. പിന്നെ അതിനുശേഷം ഒരു ടീമുകാർ എന്നെ അടിച്ചൊരു കാര്യമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തിനാടാ ഞങ്ങളുടെ ടീം എന്ന് പറയിപ്പോയേ അവൻ ആ കുന്തം വെച്ചോണ്ടാണ് ഞങ്ങളുടെ അടുത്തെല്ലാം ചോദിക്കുന്നത്. ഇവനും ബ്രീഡർ ഉണ്ടാക്കും. ഇങ്ങോട്ട് എന്റെ പറയുക നിങ്ങൾ കേട്ടത് ശരിയാണ് ഗൈസ്. ടീം ലീഡർ ഞങ്ങൾക്ക് ജോലി ചെയ്തു. അതായത് ബ്രീഡർ ഫാം ഉണ്ടാക്കാൻ ഞങ്ങൾ ബ്രീഡർ ഫാം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. റൈസർ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും അടിച്ചു പിടിക്കാൻ തുടങ്ങി ഗൈസ്. റൈസർ സീനാണ്. ചുമ്മാ ഒരു കാലിൽ എല്ലാവരും ടി പി അടിക്കും. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടത്തോടെ അവരെ തല്ലാൻ തുടങ്ങി. ഇതേ പാപ്പട്ടിന് ഓടി പോകുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തൊരു വരുന്നേക്കും ടാറ്റാ ബൈ ബൈ. എനിക്കറിയാം വീഡിയോ ചെറുതാണ്. അടുത്തോട്ട് നമുക്ക് ഇത്രയും കൂടെ ലോങ് ആക്കാം. ബൈ ബൈ.